ദാമ്പത്യ ജീവിതത്തിൽ വിള്ളൽ വന്നു. പഴയ ആ സ്നേഹമില്ല, സന്തോഷമില്ല. ആദ്യത്തെ രാത്രി മുഴുവൻ ഭയങ്കര അലങ്കാരമായിരുന്നു, ഭയങ്കര അലങ്കാരം. മൊത്തം മുല്ലപ്പൂ ഉണ്ടങ്ങ് ആറാടിയേക്ക്. പിന്നെ മുല്ലപ്പൂ ജീവിതത്തിൽ കണ്ടിട്ട് പോലുമില്ല. ശരിയല്ലേ? 1000 രൂപ 2000 രൂപ കൊടുത്ത് മുല്ലപ്പൂ വാങ്ങിച്ചിട്ട് മൊത്തം ഒന്നായിട്ടങ്ങ് അലങ്കരിച്ച് ബെഡും അപ്പുറം ഇപ്പുറം റൂമും കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഭയങ്കര അയല് കെട്ടി തുണി കെട്ടിയൊക്കെ വിരിച്ച് ഭയങ്കര സംഭവമൊക്കെ ഇട്ടുണ്ടായിരുന്നു. നൂല് കെട്ടിയിട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അത്രയും ഇല്ല, കുളിയില്ല, നനയില്ല. ഇത് പുരുഷന്മാരും അങ്ങനെ തന്നെ, സ്ത്രീകളും അതേപോലെ തന്നെ. വൈകിട്ട് ഭർത്താവിന്റെ അടുക്കലേക്ക് വരുമ്പോഴത്തേക്ക് നല്ല വസ്ത്രം ധരിക്കുന്ന എത്ര പേരുണ്ട്? നല്ല ശുദ്ധിയിലും പ്രൗഢിയിലും നല്ല വസ്ത്രം ധരിച്ചുകൊണ്ട് ഭർത്താവിന്റെ അടുക്കൽ ഭർത്താവിനെ സന്തോഷിപ്പിക്കാൻ, ഭർത്താവിന് താല്പര്യം വരുത്താൻ എത്ര സഹോദരിമാർ ശ്രദ്ധിക്കുന്നുണ്ട്. ഇത് ശ്രദ്ധിക്കാത്തത് കൊണ്ട് തന്നെയാണ് കുടുംബത്തിൽ വിള്ളലുകൾ ഉണ്ടാകുന്നത്, കുടുംബബന്ധം സന്തോഷകരമാകാത്തത്, ദാമ്പത്യ ജീവിതം റാഹത്താകാത്തത് ഇതുകൊണ്ട് തന്നെയാണ്. അള്ളാന്റെ റസൂല് പറഞ്ഞത് നമ്മൾ ഇഷ്ടപ്പെടണം. അത്തീബ്, സുഗന്ധം, വല്ലാത്ത ഇഷ്ടം സയ്യിദുനാ റസൂലുള്ളാഹി. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ എപ്പോഴും നമ്മുടെ കയ്യിൽ നല്ലൊരു സുഗന്ധം എപ്പോഴും ഉണ്ടാവും, എപ്പോഴും ഉണ്ടാവും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വലിയ ഇഷ്ടമാണ് സുഗന്ധം. അതുകൊണ്ട് തന്നെ ഉസ്താദുമാരെ കാണാൻ വേണ്ടി പോകുമ്പോൾ മുതഅല്ലിമീങ്ങൾ എന്ത് ചെയ്യും? ഉസ്താദുമാർക്ക് കൊടുക്കുക. അതുപോലെ തന്നെ നാട്ടുകാര് കാരണവന്മാരും ഒക്കെ ഉസ്താദുമാർക്ക് കൊടുക്കുന്നത്, നല്ല നല്ല സ്വാലിഹ്യങ്ങൾക്ക് കൊടുക്കുന്നത് എന്താ കൊടുക്കുക? അത്തർ കൊടുക്കും. നല്ല അത്തർ, നല്ല ഊതിന്റെ അത്തർ. എത്രയോ സഹോദരങ്ങൾ അങ്ങനെ ചെയ്യുന്നവരുണ്ട്. അള്ളാഹു കബൂലാക്കട്ടെ, സ്വീകരിക്കട്ടെ. അള്ളാഹു കബൂലാക്കുമാറാവട്ടെ. അത് നല്ല അത്ര വേണം കൊടുക്കാൻ. അല്ലാതെ മയ്യത്തിനടിക്കുന്ന സാധനമുണ്ട്, അതങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ തീർന്നു. പിന്നെ ഉസ്താദ് അത് അടിച്ചുകൊണ്ട് നടന്ന നാട്ടുകാർ വേണം കുറ്റം പറയും. പൊന്നുസ്താദ് ഇത് എവിടെ നിന്ന് കിട്ടിയെന്ന്. അതല്ല, നല്ല കൊള്ളാവുന്ന നല്ല ക്വാളിറ്റി ഉള്ള അത്ര നമുക്കിഷ്ടപ്പെടുന്നതാണ് നമ്മൾ മറ്റൊരാൾക്ക് കൊടുക്കേണ്ടത്. അങ്ങനെയാണ്. നമുക്കിഷ്ടമുള്ളതായിരിക്കണം മറ്റുള്ളവർക്ക് കൊടുക്കുക. നമ്മളൊരു നല്ലൊരു മണം, നല്ലൊരു ഫ്ലേവർ, ഇത് കൊള്ളാമല്ലോ, നല്ല മണം, അതായിരിക്കണം മറ്റുള്ളവർ കൊടുക്കാൻ. മനസ്സതാണ് വേണ്ടത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സംഗതിയാണ് എന്ത്? അത്തർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സംഗതികളാണ് സ്വഹാബത്ത് ഏറ്റെടുത്തിട്ടുള്ളത് മുഴുവനും. അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഖയ്യാത്ത് സൽക്കരിക്കുകയാണ്. ഒരു തുന്നൽക്കാരനായ വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സൽക്കരിച്ചു. വീട്ടിൽ വരണമെന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീട്ടിൽ ചെന്നു ഭക്ഷണം കഴിച്ചു. ഞാനിപ്പോ ഇന്ന് ഇവിടെ മാലിക് റളിയല്ലാഹു അൻഹു പറയാൻ, ഖയ്യാത്ത് തുന്നൽക്കാരനായ ഒരു വ്യക്തി, നല്ല പണിയാണ് തുന്നുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തുന്നൽക്കാരനായ ഒരു വ്യക്തി നബി തങ്ങളെ വീട്ടിലേക്ക് ക്ഷണിച്ചു. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ വീട്ടിലെത്തി. നബി തങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ ബഹുമാനപ്പെട്ട അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയാൻ, ഞാൻ നോക്കുമ്പോൾ നബി തങ്ങൾ കൂടുതൽ എടുക്കുന്നത് ചൊരങ്ങയാണ്. ചൊരങ്ങന്നല്ലേ പറയാ, അല്ലെ? ചൊരങ്ങ. നമ്മുടെ തെക്ക് ഭാഗത്ത് ചൊരക്ക എന്നാണ് പറയുന്നത്. ചൊരക്ക അങ്ങനെയാണ്. ഒരു കാ അവിടെ കൂടി, അത് പിന്നെ വെണ്ടക്ക, മുരിങ്ങിക്ക അങ്ങനെ പറയൂല. അങ്ങനെ ഇക്കാമാരുടെ പേര് പറഞ്ഞപ്പോ അതിന്റെ കൂട്ടത്തിൽ എന്തായി? ചൊരക്കാന്നായിരുന്നു. ചൊരങ്ങ എന്ന് പറയുന്ന സാധനം നമുക്കറിയാം, പച്ചക്കറിയിലുള്ള ഒരു സാധനമാണ്. ഏകദേശം ഇങ്ങനെ വീർപ്പിച്ച്, നമ്മൾ ബലൂണ് വീർപ്പിച്ച പകുതി എത്തുന്ന ഒരു പോലെ ഉണ്ടല്ലോ, ബൾബിന്റെ ഒക്കെ വലിയൊരു ബൾബിന്റെ പോലെ, അതേപോലെ ഇരിക്കും സംഭവം. കണ്ടു കഴിഞ്ഞാൽ കടയിൽ പോയി ചോദിച്ചാൽ മതി ചൊരങ്ങ. ഈ ചൊരങ്ങ നബിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതെങ്ങനെ മനസ്സിലായി? അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു നോക്കുമ്പോൾ നബിതങ്ങൾ ഇതിങ്ങനെ പറക്കി തിന്നാ, ഇതിങ്ങനെ കറിക്കാത്തോട്ട് ഇത് മാത്രം ഇങ്ങനെ എടുത്തെടുത്ത് കറിയിൽ ഇങ്ങനെ പ്ലേറ്റിലിടുക, ഇതിങ്ങനെ എടുത്ത് കഴിക്കുക. ഏത്? ഈ ചൊരങ്ങ ഭയങ്കര. അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെ പിന്നീട് എന്റെ മരണം വരെ ഞാൻ ചൊരങ്ങ വല്ലാതെ ഇഷ്ടപ്പെടുമായിരുന്നു. എപ്പോൾ കടയിൽ ചെന്നാലും ചൊരങ്ങ വാങ്ങിക്കൊണ്ട് ഞാൻ വീട്ടിൽ കൊണ്ടുപോയിരുന്നു എന്ന് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഷ്ടപ്പെട്ട ഞങ്ങൾ ഇഷ്ടപ്പെടുക. വേറെ ഒരു പരിപാടിയില്ല. നമുക്ക് ഫുഡ് വലിയ ഇഷ്ടമാണ്. കാസർഗോഡുകാർക്ക് പ്രത്യേകിച്ച് ഫുഡ് കൊടുക്കാനും സൽക്കരിക്കാനും ഒക്കെ വലിയ പ്രിയമുള്ളവരാണ്. അല്ലാഹു നിലനിർത്തട്ടെ. അതുകൊണ്ട് തന്നെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, ഈ ചൊരങ്ങ എന്ന് പറയുന്ന സാധനം കൂടി നമ്മൾ എന്ത് ചെയ്യാം? പച്ചക്കറി സാധനം വാങ്ങാൻ പോകുമ്പോൾ നമ്മൾ വാങ്ങണം. എന്താ കാരണം? അള്ളാന്റെ റസൂൽ ഇഷ്ടപ്പെട്ടത്. അത് കറിക്കാത്തിടും. ഞാൻ ഉത്തർപ്രദേശിൽ പഠിക്കുന്ന സന്ദർഭത്തിൽ, ദൈവബന്ധ കലാലയത്തിൽ പഠിക്കുന്ന സന്ദർഭത്തിൽ, അവിടെ ഇറച്ചിക്കറിക്കകത്തൂടി ഇതിടും. ഇറച്ചിക്കറി വെക്കും. ആ ഇറച്ചിക്കറിക്കകത്ത് എന്തുണ്ടാവും? ഈ ചൊരങ്ങ ഉണ്ടാവും.
അവിടുത്തെ മൗലാനമാരൊക്കെ ആ ഒരു സിസ്റ്റം. എന്താ സംഭവം? നബിതങ്ങൾ ഇഷ്ടപ്പെട്ടതല്ലേ. ഇറച്ചി കഷ്ണം കുറവായിരിക്കും. 1 കിലോ ഇറച്ചിക്കകത്ത് 10 കിലോ ചുരങ്ങായിരിക്കും ഉണ്ടാകുക. എന്നാലും കുഴപ്പമില്ല. കാരണം ടേസ്റ്റ്, ഒരു ഇറച്ചിയുടെ ടേസ്റ്റ് ഉണ്ടാവും. ഈ ചുരങ്ങ മുറിച്ചതിനകത്തിട്ടിരിക്കുക. നാളെ മുതൽ ഉസ്താദിന് അട്ടിപ്പാത്രത്തിനകത്ത് ചുരങ്ങ കൊടുക്കണമെന്നല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം. ഇതൊക്കെ പറഞ്ഞിട്ട് പോകുമ്പോൾ വലിയ പാടാ. പിന്നെ നേരം വെളുക്കുമ്പോൾ രാവിലെ ഉസ്താദ് അട്ടിപ്പാത്രം തുറക്കുമ്പോൾ ചുരങ്ങ മാത്രം അട്ടിക്ക് വെച്ചിരിക്കുക. അല്ല, അതിനെ ഞാൻ പറഞ്ഞു ഇറച്ചിക്കകത്തെന്ന് പറഞ്ഞത്. ഇറച്ചിയും കൂടെ ഉണ്ടായിക്കോട്ടെ. അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. ഇത് നമ്മൾ അല്പം എന്ത് ചെയ്യണം? ഇത് കൂട്ടണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നബി ഇഷ്ടപ്പെട്ടതല്ലേ നമ്മൾ ഇഷ്ടപ്പെടണ്ടേ? നബി ഇഷ്ടപ്പെട്ടത് ഇഷ്ടപ്പെടണ്ടേ? അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു മരണം വരെ ഞാൻ പിന്നീട് അത് ശ്രദ്ധിച്ചിരുന്നു. ഇവരൊക്കെയാണ് മുഹാജിറുകളും അൻസാരികളും സഹാബത്ത്. അവരെയാണ് ഖബറിനുള്ളിൽ ഞാൻ കണ്ടത് എന്റെ കണ്ണുകൊണ്ട് കൃഷി ചെയ്യുന്നതായിട്ട് സയ്യിദുനാ റസൂലുള്ളാഹി. നബി തങ്ങൾക്ക് വലിയ ഇഷ്ടമാണ് പാല്. നല്ല പാലായിരിക്കണം. അല്ലാതെ നമ്മളിപ്പോ ഈ വാങ്ങുന്ന കടകളിൽ നിന്നൊക്കെ വാങ്ങുന്ന ചില പാലുകളൊക്കെ എന്താണ്? കൃത്രിമമാണ്. പലതും കൃത്രിമമുള്ളതാണ്. അതുകൊണ്ട് തന്നെ നല്ല ശുദ്ധമായ പാല് കിട്ടിയാൽ ആ പാല് നബി തങ്ങൾ കുടിക്കും. ബിസ്മില്ലാഹി കുടിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്തു, അല്ലാഹുമ്മ സിദ് ഹാദാ, അല്ലാഹുവേ ഇത് നീ അധികരിപ്പിക്കണേ അല്ലാഹ്. നബിയുടെ ദുആ ആണ്. നമ്മളിത് ജീവിതത്തിൽ കൊണ്ടുവരണം. പാല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേണ്ടാന്ന് പറയും. പാലൊരാൾ കൊടുത്താൽ നബിതങ്ങൾ 2 കൈയും നീട്ടി സ്വീകരിക്കും. ഇവിടെ ഇരുന്ന് ബിസ്മില്ലാഹി കുടിക്കും. കുടിച്ചിട്ട് നബിതങ്ങൾ ദുആ ചെയ്യുന്നത് അല്ലാഹുമ്മ സിദ് ഹാദാ, അല്ലാഹുവേ ഇത് നീ അധികരിപ്പിക്കണേ അല്ലാഹ്. വേറെ ലോകത്തെ ഏത് വസ്തു കൊടുത്താലും നബി അങ്ങനെ ദുആ ചെയ്യാറില്ല. അൽഹംദുലില്ലാഹ് പറഞ്ഞു മതിയാക്കാറേ ഉള്ളൂ. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാല് കുടിച്ചാൽ അൽഹംദുലില്ലാഹ് പറയുന്നതിനോടൊപ്പം നബി ഇത് പറയും അല്ലാഹുമ്മ സിദ് ഹാദാ, അല്ലാഹുവേ ഇത് നീ അധികരിപ്പിക്കണേ അല്ലാഹ് എന്ന് ദുആ ചെയ്യും. എന്താ കാരണം? ഇന്ന് ശാസ്ത്രം പറയുന്നു ഏറ്റവും വലിയ സമീകൃത ആഹാരം, പരിപൂർണമായ എല്ലാ വിറ്റാമിൻസും കൂട്ടി യോജിപ്പിച്ചിട്ടുള്ള ആഹാരം പാലാണ്. നമ്മൾ ആരും കുടിക്കുന്നു? മക്കളൊന്നും കുടിക്കുന്നേ ഇല്ല. മുല കൊടുക്കുന്ന പ്രിയപ്പെട്ട തള്ളമാര് 2 വയസ്സ് വരെ കുട്ടികൾക്ക് മുല കൊടുക്കണമെന്ന് പറയുന്നു. ആര് ശ്രദ്ധിക്കുന്നു? 1 വയസ്സാകുമ്പോഴേ എന്നെ പിള്ളേരെ തള്ളിയോട് മാറ്റിയേക്കുക. 2 വയസ്സ് വരെ പരിപൂർണമായിട്ട് കൊടുത്താൽ ആ കുട്ടിക്ക് എല്ലാ വിറ്റാമിൻ പ്രോട്ടീനുകളും അതിലുണ്ട്. ബുദ്ധിവികാസം ഉണ്ടാകും. നല്ല ആരോഗ്യമുള്ള കുട്ടിയായിരിക്കും. അംഗവൈകല്യം ഉണ്ടാവൂല. ആര് ശ്രദ്ധിക്കുന്നത്? സഹോദരിമാരൊക്കെ ഇത് ശ്രദ്ധിക്കണം. ഇത് മനസ്സിലാക്കണം. പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞതല്ലേ, والوالدات يرضعن أولادهن حولين كاملين لمن أراد أن يتم الرضاعة. 2 വർഷം പരിപൂർണമായിട്ട് തുടർച്ചയായിട്ട് അങ്ങനെ കൊടുക്കണം. ഖുർആൻ അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അപ്പൊ പാല്, മുലപ്പാല് മാത്രമല്ല, അല്ലാതെ നമുക്ക് പാല് കിട്ടിയാലും അത് കുടിക്കണം. അത് കുടിക്കണം. മക്കൾക്കൊക്കെ അത് കൊടുക്കണം. വീട്ടിൽ 1-2 ലിറ്ററൊക്കെ പാല് വാങ്ങിച്ചിട്ട് എന്ത് ചെയ്യണം? കാച്ചിയിട്ടത് മക്കൾക്കൊക്കെ എന്ത് ചെയ്യണം? പാല് കാച്ചി മക്കൾക്ക് കൊടുക്കണം. അവരുടെ ബുദ്ധി വികസിക്കാൻ നല്ലതാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്രയോ കുടിച്ചത് എനിക്ക് വലിയ ഇഷ്ടമാണ്. സ്വഹാബത്തിന് വലിയ ഇഷ്ടമാണ്. എന്താ കാരണം? എല്ലാ വിറ്റാമിനുകളും അതിലുണ്ട്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുപോലെ തന്നെ ഈത്തപ്പഴം, കാരക്ക. അതാണ് നമ്മൾ മൗലൂദിന്റെ റാത്തീബിന്റെ സദസ്സിൽ മാത്രം വെക്കാനുള്ളതല്ല ഈത്തപ്പഴം, കാരക്കായി. എപ്പോഴും നമ്മുടെ വീട്ടിൽ കുറച്ച് വേണം. ഞാനിപ്പോ ഈ കഴിഞ്ഞ ദിവസം ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോഴത്തേക്കും തിരുവനന്തപുരത്തുനിന്ന് ഒരു സഹോദരൻ, അദ്ദേഹം മണ്ണാർക്കാടുക്ക് പോവാണ്. ഒറ്റപ്പാലം ഇറങ്ങാനാണെന്ന് പറഞ്ഞു ട്രെയിനിൽ. അദ്ദേഹം യാത്ര ചെയ്യുന്ന സന്ദർഭത്തിൽ ഞാൻ ചോദിച്ചു, നിനക്കെന്താ പരിപാടി? അപ്പൊ അവൻ പറഞ്ഞു, ഞാൻ ഈ ഓട്ടവും ചാട്ടവും ഒക്കെയാണ്. മുസ്ലിമാണ് അവൻ. കാരണം അവൻ അസറിന്റെ സമയപ്പോ കൃത്യമായി കിബില കറക്റ്റ് ചെയ്തിട്ട് അതിനുള്ള നിസ്കരിക്കുക ട്രെയിനിൽ. അപ്പോഴാണ് എനിക്ക് മനസ്സിലായി എന്റെ തൊട്ടടുത്ത ബെർത്താണ്. സംസാരിച്ചിരുന്നു. ഞാൻ അവന്റെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഒരു പാക്കറ്റ് ഈത്തപ്പഴം അവനിങ്ങനെ എടുത്തിട്ട് എടുക്കുന്നു. ഞാൻ ഞെട്ടി. ഞാൻ ചോദിച്ചു, നിനക്ക് നോമ്പോലാണോ? മഗ്‌രിബായി. അവൻ പറ അല്ല. എനിക്ക് പിന്നെയാണ് മനസ്സിലായത്. അവൻ പറയാ, ഈ കായികക്ഷമതയിൽ ഞങ്ങളുടെ ട്രെയിനർമാരുണ്ട്. അവര് പ്രത്യേകമായി പറയുന്നു ഈത്തപ്പഴം ഡെയിലി ഒരു 10 എണ്ണമെങ്കിലും കഴിക്കണം. നമ്മളിതാരും ശ്രദ്ധിക്കുന്നത്? അവര് ട്രെയിനർമാർ, ഹിന്ദു ട്രെയിനർമാർ, ഹൈന്ദവ സഹോദരങ്ങൾ, ഇതര സഹോദര ട്രെയിനർമാർ ട്രെയിനിങ് കൊടുക്കുമ്പോൾ അവര് പറയാണ് മുസ്ലിമിനോടും അല്ലാത്തവരോടും എന്ത് കഴിക്കണം? ഈത്തപ്പഴം ഒരു 10 എണ്ണമെങ്കിലും ഡെയിലി കഴിക്കണം. അത് അവന്റെ ഓട്ടവും ചാട്ടവും ഒക്കെ. നമുക്കൊരു 2 എണ്ണമെങ്കിലും കഴിച്ചുകൂടെ? നമ്മളുമായി ബന്ധപ്പെട്ടതാണ് ഈന്തപ്പഴത്തിന്റെ കഥകൾ മുഴുവനും. പക്ഷെ ആര് ശ്രദ്ധിക്കുന്നു? ഇതൊന്നും ജീവിതത്തിൽ ശ്രദ്ധിക്കൂല. അതുകൊണ്ട് ഇങ്ങനെ മെലിഞ്ഞ് ഇങ്ങനെ പോവാ. പിള്ളേർ ഇങ്ങോട്ട് വിളിക്കുമ്പോൾ അങ്ങോട്ട് പോകുന്ന പോലെ തോന്നുന്നു. ആരോഗ്യം മൊത്തം ക്ഷയിച്ചു. അള്ളാഹു നമുക്കൊക്കെ ആഫിയത്ത് തരട്ടെ. ബുദ്ധിയൊക്കെ വികസിക്കും. ഈത്തപ്പഴമൊക്കെ
അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈത്തപ്പഴം തട്ടൂല. അജ്വ ഭയങ്കര ശ്രേഷ്ഠതയുള്ളല്ലേ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നട്ടു വളർത്തിയതാകുന്ന മരത്തിലൂടെ വന്നതല്ലേ അജ്വ. അതൊരു 7 എണ്ണം വെച്ച് ഡെയിലി കഴിച്ചാൽ ക്യാൻസർ പോലും പിടിക്കൂല. ക്യാൻസർ ഉള്ളവന്റെ രോഗം ശമനപ്പെടും. നിയ്യത്ത് വെച്ച് കഴിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇതൊക്കെ ഉലമാക്കൾ പഠിപ്പിക്കുമ്പോൾ തിബ്ബുൻ നബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചികിത്സാ രീതികളാണ്. അപ്പൊ നബി തങ്ങൾ എന്ത് ഇഷ്ടപ്പെടുന്നു അത് നമ്മൾ ഇഷ്ടപ്പെടാൻ തയ്യാറാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നിങ്ങളുടെ ഈ ദുനിയാവിൽ നിന്ന് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ഒന്ന് അത്തറാണ്, നല്ല സുഗന്ധമുള്ള വസ്തു. ആൽക്കഹോൾ ഇല്ലാത്തതാകുന്ന സ്പ്രേ അനുവദനീയമാണ്. സ്പ്രേ തന്നെ ആൽക്കഹോൾ ഉണ്ട്, വിത്ത് ആൽക്കഹോൾ ഉണ്ട്, വൈർ ആൽക്കഹോൾ ഉണ്ട്, ആൽക്കഹോൾ ഇല്ലാത്തതുണ്ട്, വിത്തൗട്ട് ഉണ്ട്. അത് വേണം ശ്രദ്ധിക്കാൻ, വളരെ ശ്രദ്ധിക്കണം. ആൽക്കഹോൾ ഉള്ളതാണെങ്കിൽ ഉലമാക്കൾ നജസായിട്ടാണ് അതിനെ പരിഗണിച്ചിട്ടുള്ളത്. അത് നമ്മുടെ ഷർട്ടിൽ അടിച്ചാൽ ഷർട്ട് എന്താവും, മലിമസമാകും. ആ ഷർട്ട് ഇട്ടുകൊണ്ട് ജുബ്ബ ഇട്ടുകൊണ്ട് നമ്മൾ നമസ്കരിച്ചാൽ നമസ്കാരവും ഫസാദാവും. ശ്രദ്ധിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇവിടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നിങ്ങളുടെ ഈ ദുനിയാവിൽ നിന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അത്തീബു, സുഗന്ധമാണ്, സുഗന്ധമാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും പറയുകയാണ്, വന്നിസാ, രണ്ടാമതായി എന്റെ ഭാര്യമാരാണ്. എന്റെ ഭാര്യമാരോട് എനിക്ക് വല്ലാത്ത പ്രിയമാണ്, പ്രിയമാണെന്ന് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. വന്നിസാഉ, എന്റെ ഭാര്യമാരെ എനിക്ക് വല്ലാത്ത പ്രിയമാണ്. സയ്യിദുനാ റസൂലുള്ളാഹി വല്ലവന്റെയും ഭാര്യയല്ല. വളരെ ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കണം നബിയുടെ വർത്തമാനം. നമുക്ക് ആർക്കാണ് സ്വന്തം ഭാര്യയുമായി സല്ലപിക്കുന്നതിനും വർത്തമാനം പറയുന്നതിന് താല്പര്യമുള്ളത്? നമ്മളൊരു യാത്ര പോകുമ്പോൾ തന്നെ ഭാര്യയുടെ കോള് വന്നാൽ നമ്മൾ വേഗം കട്ട് ചെയ്യാറ പതിവ്. എന്താ കാര്യം? വല്ലാത്ത ശല്യമായി പോയല്ലോ എന്ന് പറഞ്ഞ് കട്ട് ചെയ്ത് ദൂരോട്ട് എറിയും. കാരണം നമുക്കെന്താ, അവളുമായിട്ട് സംസാരിക്കുന്നത് പോലും ഒരു താല്പര്യക്കുറവ് വന്നിരിക്കുക. പക്ഷേ കല്യാണം കഴിഞ്ഞ് ആദ്യത്തേതാകുന്ന ആദ്യത്തെ ഒരാഴ്ച 2 ആഴ്ച സംസാരിക്കാൻ തന്നെയായിരുന്നു താല്പര്യം. വേറെ പരിപാടിയില്ല. എപ്പോഴും സംസാരിച്ചിരിക്കുക. രാത്രി നേരം വെളുക്കുന്നിടം വരെ സംസാരിക്കുക. രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ ഉമ്മ നോക്കുമ്പോൾ കണ്ണൊക്കെ ഇങ്ങനെ പകുതി തുറന്നിട്ടുള്ളൂ. എന്ത് പറ്റിയടോ? ഇന്നലെ ഇബാദത്തായിരുന്നു. അതെ, ഇബാദത്തായിരുന്നു. ഫുള്ള് സംസാരമായിരുന്നു. അത്രത്തോളം വലിയ താല്പര്യം, വലിയ ഹലാവത്തായിരുന്നു. അത് വേണം, വേണ്ടാന്നല്ല, അതൊക്കെ വേണം. പക്ഷെ അത് പിന്നീട് ഇല്ലാതായിപ്പോയി. അതുകൊണ്ട് തന്നെ ഭാര്യയുമായിട്ടുള്ള ബന്ധം വളരെയേറെ അകന്നു പോയിരിക്കും, വളരെയേറെ അകന്നു. അതുകൊണ്ട് തന്നെ ഭാര്യ, നിന്റെ പ്രിയപ്പെട്ട ഭാര്യ ഇന്നലെ കണ്ട കാമുകനോടൊപ്പം ഇറങ്ങിപ്പോകാൻ തയ്യാറാവുന്നു. അവരേതെങ്കിലും സഹോദരങ്ങളോടൊപ്പം, തൊഴിലാളികളോടൊപ്പം, വീട്ടിൽ വരുന്നതാകുന്ന സഹോദരങ്ങളോടൊപ്പം, അല്ലെങ്കിൽ ഏതെങ്കിലും കുടുംബക്കാരോടൊപ്പം, ഇതര സമുദായത്തിലെ സഹോദരങ്ങളോടൊപ്പം നമ്മുടെ ഭാര്യമാർ ഇറങ്ങിപ്പോകുന്നതിന്റെ പിന്നിലുള്ള പരമാർത്ഥം എന്താ? സ്വന്തം ഭർത്താവാകുന്ന നീ അവളുമായി സംസാരിച്ചിരിക്കാൻ താല്പര്യപ്പെടാത്തത് കൊണ്ടാണ്. അവൾ നകന്നകന്ന് പോവാൻ. നഊദു ബില്ലാഹ്, അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. നബി തങ്ങൾ പറഞ്ഞു, ദുനിയാവിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം രണ്ടാമത്തത് വന്നിസാഉ, എന്റെ ഭാര്യമാരുമായി സംസാരിച്ചിരിക്കൽ, അവരുമായി സല്ലപിക്കലാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. നബിയെ ഇഷ്ടപ്പെടുന്ന നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നിർബന്ധമായും കല്യാണം കഴിഞ്ഞിട്ടുള്ള സഹോദരങ്ങളെ ശ്രദ്ധിക്കേണ്ട ഒരു വർത്തമാനമാണ്. ഇതുപോലെ തന്നെ സഹോദരിമാരും ഭർത്താവിനെ ഇഷ്ടപ്പെടട്ടെ, എന്നോട് വർത്താനം പറയാൻ പറയട്ടെ എന്ന് പറഞ്ഞിട്ടല്ല. ആ ഭർത്താവിനെ ഇഷ്ടപ്പെടുത്തുകയും ഭർത്താവ് നമ്മളോട് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള വസ്ത്രവിധാനം നടത്തുകയും ഭർത്താവിന് ഇഷ്ടപ്പെട്ടതാകുന്ന ഭക്ഷണങ്ങൾ പാചകം ചെയ്തു കൊടുക്കുകയും ഭർത്താവിനോടൊപ്പം സമയം ചെലവഴിക്കുകയും വേണ്ടി നമ്മൾ ചെയ്യണം. അപ്പൊ ഭർത്താവിന് നമ്മളോട് താല്പര്യമുണ്ടാകും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എത്രയോ സഹോദരിമാര് ഫോണിലൂടെയും അല്ലാതെയൊക്കെ ഓരോരുത്തരും ഒക്കെ കത്തുമുഖനെയൊക്കെ ചോദിക്കുന്ന ചോദ്യത, സാധേ എന്റെ ഭർത്താവിന് താല്പര്യം ഉണ്ടാകാൻ ഞാൻ എന്ത് ചെയ്യണോ? നീ ചെയ്യേണ്ടത് ഇത് മാത്രം, ദീനനുസരിച്ച് പോയാൽ മതി. 5 പേരെ നമസ്കാരം നിലനിർത്തി നിന്റെ ഭർത്താവിന് വേണ്ടുന്ന കാര്യങ്ങൾ നീ ചെയ്തു കൊടുത്താൽ ഭർത്താവ് നിന്നെ ഓട്ടോമാറ്റിക്കായി ഇഷ്ടപ്പെടും. അങ്ങനെ ചെയ്തു നോക്ക്. ചെയ്യാത്തത് കൊണ്ടാണ്. നമ്മളുടെ വസ്ത്രവിധാനം വൈകിട്ട് കടക്കാൻ പോകുമ്പോൾ ഭർത്താവും ഭാര്യയും 2 പേരും നല്ല റാഹത്തായി നിലയിൽ കുളിച്ച് നല്ലൊരു വസ്ത്രം ധരിച്ചു കൊണ്ടുപോകണം. മുല്ലപ്പൂക്കെ ഭർത്താവിന്റെ മുന്നിൽ ചൂടിക്കൊണ്ടു പോകണം. ഇതൊക്കെ ശറഅ് പഠിപ്പിച്ചതല്ലേ. നല്ല സുഗന്ധ വസ്തു തേച്ചു കൊണ്ടുപോകണം. അല്ലാതെ ഉറങ്ങാനാണല്ലോ എന്നും പറഞ്ഞ് എങ്ങനെയെങ്കിലും വിയർപ്പ് കുളിച്ചിട്ട് അങ്ങോട്ട് ചെന്ന് കയറി കടന്നു കൊടുത്താൽ അതിലൊക്കെ വലിയ ദൂഷ്യഫലങ്ങൾ, പ്രത്യേകിച്ച് ഈ കാലഘട്ടം പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അള്ളാഹു നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്ന വിഷയം ഇതൊന്നുമല്ല. മൂന്നാമത്തത് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, വഖുറത്തു ഐനി ഫിസ്സലാ, നമസ്കാരത്തെ കൺകുളിർമയാകലാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഈ ദുനിയാവിൽ നിന്ന്, നിങ്ങളുടെ ഈ ദുനിയാവിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം നമസ്കരിച്ചു കൊണ്ടിരിക്കലാണ്. ഹബീബ് റസൂലുള്ളാഹി. 1 അത്തർ പൂശുക അഥവാ സുഗന്ധം പൂശുക, 2 ഭാര്യമാരുമായി സല്ലപിക്കുക, 3 നമസ്കാരത്തിൽ കൺകുളിർമയാകുക. ഹബീബ് റസൂലുള്ളാഹി.
ഇത് മൂന്നും പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അലിയാർ തങ്ങൾ അടുത്തിരിപ്പുണ്ട്. സ്വന്തം മരുമകനാണ്. അലിയോട് ചോദിച്ചു, മാ ഹുബ്ബിബ ഇലൈക മിൻ ദുനിയാക യാ അലി, അലി നിന്റെ ഈ ദുനിയാവിൽ നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഏതൊക്കെയാണ്? മൂന്നെണ്ണം പറയാൻ. فقال علي رضي الله عنه, علي رضي الله تعالى عنه ഉടനെ പറയുകയാണ്, الصوم في الصيف وإكرام الضيف والضرب بالسيف. വലിയ ഭാഷ കൊണ്ട് കളിക്കുന്ന ആളാണ് ആര്? ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് അദ്ദേഹം ഉടനെ അടിച്ചിട്ട് 3 അടി. എന്താ പറഞ്ഞത്? അസ്സൗമു ഫിസ്സൈഫി വഇക്റാമുൽ ലൈഫി വദ്ദർബു ബിസ്സൈഫ്. വളരെ ശക്തമായ ചൂടുള്ള സമയം, ഉഷ്ണ കാലഘട്ടം. ആ കാലഘട്ടത്തിൽ നോമ്പ് പിടിക്കലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നബിയെ. സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹു. അലി റളിയല്ലാഹു അൻഹു പറയാൻ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാണ്? നല്ല ചൂടുള്ള സമയത്ത് നോമ്പ് പിടിക്കലാണ്. ചിന്തിച്ചു നോക്ക്, അവരുടെ ഈമാന്റെ കട്ടി എത്രത്തോളം ഉണ്ട്. ചൂടുള്ള സമയത്ത് നോമ്പൊടിക്കുക. അതിഥികളെ സൽക്കരിക്കലാണ്. രണ്ടാമതായി എനിക്ക് അതിഥികളെ സൽക്കരിക്കൽ വല്ലാത്ത പ്രിയമാണ്. ശത്രുവിന്റെ തല വാളുകൊണ്ട് കൊയ്തെടുക്കലാണ്. മൂന്നാമതായി എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് നബിയെ എന്ന് അലി റളിയല്ലാഹു അൻഹു. മൂന്നാമത് എനിക്ക് ഏറ്റവും ഇഷ്ടം ശത്രുവിന്റെ തല കൊയ്തെടുക്കുക, വാളുകൊണ്ട് വെട്ടുക. ഇത് കേൾക്കുമ്പോ ചിലർ കരുതും ഇസ്ലാം യുദ്ധം എന്ന് പറയുന്നത് ഭയങ്കര കൊതിച്ചടക്കുന്ന ആയോണ്ടല്ലേ അങ്ങനെ പറഞ്ഞത്. ഒരിക്കലും അല്ല. അലി റളിയല്ലാഹു അൻഹു ആരാണെന്ന് പഠിക്കണം. അലി റളിയല്ലാഹു തആല അൻഹു യുദ്ധത്തിൽ വെച്ചുകൊണ്ട് ഒരു ശത്രുവിനെ മലർത്തടിക്കുകയാണ്. അവന്റെ നെഞ്ചിൽ കയറിയിരുന്നു കൊണ്ട് കത്തി കൊണ്ട് അവന്റെ കഴുത്തിൽ കുത്താൻ വേണ്ടി പോയപ്പോ ആ ശത്രു അലി റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്തേക്ക് ആഞ്ഞു തുപ്പുകയാണ്, കാർക്കിച്ചു തുപ്പുകയാണ്. അലി റളിയല്ലാഹു തആല ഉടനെ തന്നെ അവന്റെ ശരീരത്തിൽ നിന്ന് മാറി എഴുന്നേറ്റിട്ട് പറയുകയാണ്, എഴുന്നേറ്റ് പൊയ്ക്കോളുക, എഴുന്നേറ്റ് പൊയ്ക്കോളുക. സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് വെക്കോ. എന്താ കാരണം? അലി റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, എന്താണ് അലിയെ ചെയ്തത്? അലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ആ മുശ്രിക്കായ വ്യക്തി, കാഫിറായ വ്യക്തി അവൻ എന്റെ മുഖത്ത് തുപ്പിയിട്ടുണ്ട്. ആ തുപ്പിയതിന്റെ കാരണം കൊണ്ട് അല്പം ദേഷ്യം അതിലൂടെ എങ്ങാനും വന്നുകൊണ്ട് കുത്തിക്കഴിഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന കലിമ ഉച്ചരിക്കാത്തതിന്റെ പേരിലാണ്, ആ കലിമയുടെ പേരിലാണ് യുദ്ധം നടക്കുന്നത്. എന്നെ തുപ്പിയതിന്റെ കാരണം കൊണ്ടെന്നാണ് ആ ദേശത്തിന്റെ പുറത്ത് ആ സഹോദരൻ ഞാൻ കുത്തിക്കഴിഞ്ഞാൽ അത് തൗഹീദിന് വിരുദ്ധമാണെന്ന് പഠിപ്പിക്കുകയാണ് സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹു.